സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പുതിയൊരു ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ആദ്യമായിട്ടാണ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതേപോലെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ട് ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ അതെന്ത് ചോദ്യമായിക്കോട്ടെ, അഭിപ്രായങ്ങളായിക്കോട്ടെ, സജഷൻസ് ആയിക്കോട്ടെ, എന്ത് തന്നെ ആയാലും ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. കൂടാതെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്. ആ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാൻ പറ്റും. ടെലിഗ്രാം ഗ്രൂപ്പ് അത് ജസ്റ്റ് ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. ദെൻ നമുക്കപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഇന്നത്തെ ടോപ്പിക്ക് പ്രധാനമായിട്ടും ഞാൻ പറയാൻ ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സ്റ്റോക്ക് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. സ്റ്റോക്ക് ഓപ്ഷൻസിനെ കുറിച്ച് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് ചെറിയ വീഡിയോ ആണ്, അധികം കാര്യങ്ങളൊന്നുമില്ല, വളരെ ഫാസ്റ്റായിട്ട്. എല്ലാവർക്കും വീഡിയോയുടെ ലെങ്ത്ത് വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ അധികം ലെങ്ത്ത് വരാത്ത രീതിയിൽ ഷോർട്ടായിട്ട് കാര്യങ്ങളിലേക്ക് കടന്നു പോകാം. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് ടോപ്പിക് എന്തൊക്കെയാണെന്നോ. അപ്പോൾ നമുക്ക് സ്റ്റോക്ക് ഓപ്ഷൻസ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് കുറച്ച് കാര്യങ്ങൾ കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ അതൊരു ചെറിയ പണി കിട്ടും. ഇൻഡെക്സ് ഓപ്ഷൻ, അതായത് 2 ടൈപ്പ് ഓപ്ഷൻസ് ആണുള്ളതെന്ന് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഓപ്ഷൻസിൻ്റെ ക്ലാസ്സിൻ്റെ കംപ്ലീറ്റ് വീഡിയോ ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അത് കണ്ടിട്ടാണ് നിങ്ങൾ ഇതിലേക്ക് വരുന്നതെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യത്തെക്കുറിച്ച് സംശയം ഉണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കൺഫ്യൂസ് ആയിട്ടുണ്ടാവും എന്താണ് ഈ 2 ടൈപ്പ് ഓപ്ഷൻസ് എന്ന്. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. 2 ടൈപ്പ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഇൻഡെക്സ് ഓപ്ഷൻസും മറ്റൊന്ന് സ്റ്റോക്ക് ഓപ്ഷൻസും ആണ്. ഇൻഡെക്സ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി പോലുള്ള ഇൻഡെക്സിനെ ബേസ് ചെയ്ത് പോകുന്നതാണ്. പക്ഷേ സ്റ്റോക്ക് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 200-ലധികം സ്റ്റോക്കുകൾ NSEയിൽ ഓപ്ഷൻസ് എനേബിൾ ആയിട്ടുള്ളതുണ്ട്. സോ അതിലുള്ള ഓപ്ഷൻസ് നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ സ്റ്റോക്ക് ഓപ്ഷൻസിനെ കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. അപ്പോൾ സ്റ്റോക്ക് ഓപ്ഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ മുൻപുള്ള ഒരു വീഡിയോ ഉണ്ട്, അതും കൂടി ഒന്ന് കാണാൻ ശ്രമിക്കുക, അതിൻ്റെ റിസ്ക് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ സ്റ്റോക്ക് ഓപ്ഷൻ ചെയ്യുന്നവർ ആദ്യം ശ്രദ്ധിക്കേണ്ടതാണ്, സ്റ്റോക്ക് ഓപ്ഷനിൽ മന്ത് എൻഡിൽ നിങ്ങൾ ഇൻ ദ മണി ആണെങ്കിൽ, ഇൻ ദ മണി, ഔട്ട് ഓഫ് ദ മണി, അറ്റ് ദ മണി, ഇതറിയില്ലെങ്കിൽ മുൻപത്തെ വീഡിയോ കാണുക. എല്ലാം എനിക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എക്സ്പയറി ആകുമ്പോൾ നിങ്ങൾ എടുത്ത ഓപ്ഷൻ ഇൻ ദ മണിയിലാണെങ്കിൽ അത് അത്രയും ആ ഒരു ലോട്ടിൽ എത്ര സ്റ്റോക്ക് ഉണ്ടോ അത് മുഴുവൻ വാങ്ങിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഫൈൻ വരും, പ്രശ്നങ്ങളാവും. ഓക്കെ, അപ്പോൾ അത് കെയർഫുൾ ആവണം. മാസം അവസാനമുള്ള എല്ലാ വ്യാഴാഴ്ചയാണല്ലോ വീക്കിലി എക്സ്പയറി നിഫ്റ്റിയുടേത്. അപ്പോൾ അതേപോലെ തന്നെ സ്റ്റോക്കുകളത് ഓപ്ഷൻ്റെത് മാസം അവസാനമുള്ള വ്യാഴാഴ്ചയാണ് എക്സ്പയറി വരിക. വ്യാഴാഴ്ച അവധിയാണെങ്കിൽ അത് ബുധനാഴ്ചയായിരിക്കും. ഓക്കെ, പുറകോട്ട് പോകാറില്ല, മുന്നോട്ടാണ് വരാറുള്ളത്. അപ്പോൾ അവസാനത്തെ വ്യാഴാഴ്ച എക്സ്പയറി ഡേ ആണ്. ആ എക്സ്പയറി ആവുന്ന മൊമെൻറ്റിൽ നിങ്ങൾ ഇൻ ദ മണിയിൽ ഒരു ഓപ്ഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏതിൻ്റെ ആയിക്കോട്ടെ അത്രയും സ്റ്റോക്കുകൾ നിങ്ങൾ വാങ്ങാൻ ബാധ്യസ്ഥനാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? സ്റ്റോക്ക് ഓപ്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ പരമാവധി എക്സ്പയറി ആവുന്നതിന് മുൻപേ തന്നെ അത് സ്ക്വയർ ഓഫ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അത്രയും ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്റ്റോക്കുകൾ വാങ്ങിക്കാൻ കുഴപ്പമൊന്നുമില്ല. അത് നോർമലി ആരും ചെയ്യാറില്ല. അപ്പോൾ നിങ്ങൾ അതിന് മുൻപേ സ്ക്വയർ ഓഫ് ചെയ്യുക. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കാം, നമുക്ക് മൂന്നാമത്തെ എക്സ്പയറി കഴിഞ്ഞു, വീക്കിലി എക്സ്പയറി 3 കഴിഞ്ഞു, മൂന്നാമത്തെ വ്യാഴാഴ്ച കഴിഞ്ഞു. അത് കഴിഞ്ഞ് അടുത്ത വെള്ളിയാഴ്ച നിങ്ങൾ ഇൻ ദ മണി ഓപ്ഷൻ ട്രേഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് മിക്ക ബ്രോക്കേഴ്സും ഒരു മെസ്സേജ് കാണിക്കും, ഒരു നോട്ടിഫിക്കേഷൻ കാണിക്കും, ഈ ഓപ്ഷൻ ഇൻ ദ മണി ആയാൽ എക്സ്പയറി ദിവസം ഫിസിക്കലി സെറ്റിൽമെൻറ്റ് ഉള്ളതാണ്, അത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ അടുത്ത മാസത്തേത് ട്രേഡ് ചെയ്തോളൂ എന്ന് സരോദയിലൊക്കെ കാണിക്കാറുണ്ട്. സോ അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ തരുന്നതിൻ്റെ കാരണം ഇതാണ്. ഇനി നമ്മൾ കയ്യിൽ ഫണ്ടില്ല, നമ്മളൊരു ഓപ്ഷൻ വാങ്ങിച്ചു, അവസാനത്തെ ആഴ്ച തുടങ്ങുന്ന വെള്ളിയാഴ്ചയാണല്ലോ. അപ്പോൾ വരുന്ന വ്യാഴാഴ്ച എക്സ്പയറി ആണ്, മന്ത്ലി എക്സ്പയറി, അതായത് ഓപ്ഷൻ എക്സ്പയറി ആണ്. സോ നമ്മളൊരു ഓപ്ഷൻ വാങ്ങിച്ചു, അത് ഇൻ കേസ് അത് കയറി ഇൻ ദ മണി ആയി, വെള്ളിയാഴ്ച തന്നെ ഇൻ ദ മണി ആയി. അപ്പോൾ എന്താണ് സംഭവിക്കുക? ഇൻ ദ മണി ആയിക്കഴിഞ്ഞാൽ നോർമലി ബ്രോക്കേഴ്സിന് ഈ എക്സ്പയറി ദിവസം സെറ്റിൽമെൻറ്റ്, ഫിസിക്കൽ സെറ്റിൽമെൻറ്റും അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ വിഷയങ്ങൾ വരുന്നത് അവർക്ക് വലിയ തലവേദനയാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും? നമ്മൾ ഏതെങ്കിലും ഒരു ഇൻ ദ മണി ഓപ്ഷൻ എക്സ്പയറിയുടെ ആഴ്ചയിൽ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് മൂന്നാമത്തെ എക്സ്പയറി വ്യാഴാഴ്ച കഴിഞ്ഞ് വെള്ളിയാഴ്ച മുതൽ നിങ്ങൾ ഇൻ ദ മണി ഓപ്ഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, വെള്ളിയാഴ്ചയാണെങ്കിൽ മിനിമം ഒരു 10% എങ്കിലും ഇത്രയും സ്റ്റോക്കുകൾ സെറ്റിൽ ചെയ്യാനുള്ള 10% എങ്കിലും പൈസ നിങ്ങളുടെ ക്യാപിറ്റൽ നിങ്ങളുടെ അക്കൗണ്ടിൽ സൂക്ഷിക്കാൻ ഒരു മെസ്സേജ് വരും. ഇനി അത് വൈകുന്നേരമാണ്, നിങ്ങൾ ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വൈകുന്നേരം നിങ്ങൾക്ക് ഒരു SMS വരും, നിങ്ങൾ ഒരു സ്റ്റോക്ക് ഓപ്ഷൻ നിയർ എക്സ്പയറി ഹോൾഡ് ചെയ്യുന്നുണ്ട്, ആവശ്യത്തിനുള്ള ഫണ്ട് അക്കൗണ്ടിൽ സൂക്ഷിക്കണം എന്ന്. ഇൻ കേസ് നമ്മൾ സൂക്ഷിച്ചില്ല, നമ്മുടെ കയ്യിൽ എന്താ പറയുക,
അത്രയും ഫണ്ടൊന്നുമില്ല, ചെറിയ ഫണ്ടേ ഉള്ളൂ. പക്ഷേ ഡീപ്പ് ഇൻ ദ മണിയായി നമ്മുടെ ഓപ്ഷൻ. എന്താ സംഭവിക്കുക? ഓട്ടോമാറ്റിക്കായിട്ട് ബ്രോക്കർ നമ്മളെ സ്ക്വയർ ഓഫ് ചെയ്ത് പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്തിട്ട് നമ്മളെ വെളിയിൽ ഇറക്കും. അത്രേ ഉള്ളൂ, മറ്റൊന്നും ചെയ്യാനില്ല. അപ്പോൾ മന്ത് എൻഡിൽ എക്സ്പയറി അബദ്ധത്തിൽ പെട്ടുപോയാൽ മാത്രമേ നിങ്ങൾക്ക് വലിയ തലവേദന വരുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ബ്രോക്കർ തന്നെ നിങ്ങളുടെ അടുത്ത് വെളിയിൽ കളയും. അതേപോലെ മാസം എക്സ്പയറി ദിവസം വരും നിങ്ങൾക്ക് ഔട്ട് ഓഫ് ദ മണി ഓപ്ഷൻസ് ട്രേഡ് ചെയ്യാം. പക്ഷേ ഔട്ട് ഓഫ് ദ മണി ആയാലും എക്സ്പയറി ഡേയിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, എങ്ങാനും മാർക്കറ്റിൽ ഒരു ബ്രേക്ക് ഔട്ടോ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗണോ വലിയ ഫോളൊക്കെ വന്നിട്ട് നിങ്ങളുടെ ഓപ്ഷൻസ് ലാസ്റ്റ് മൊമെൻറ്റിൽ, അതായത് 3:30 മാർക്കറ്റ് അവസാനിക്കുന്നു, 3:28 3:29 നിങ്ങളുടെ ഓപ്ഷൻ ഇൻ ദ മണിയിലേക്ക് ഒറ്റയടിക്ക് വീണ് അവിടെ മാർക്കറ്റ് എക്സ്പയർ ആയി കഴിഞ്ഞാൽ അതിൽ വരുന്ന ഏകദേശം നല്ല എമൗണ്ട്, എത്ര സ്റ്റോക്കുകളുണ്ടോ അതിനകത്ത് അത് മുഴുവൻ വാങ്ങാനുള്ള ഫണ്ട് നിങ്ങൾ കൊടുക്കേണ്ടി വരും. കൊടുത്തിട്ടില്ലെങ്കിൽ അതിന് ഫൈൻ വരും, എല്ലാം കൂടി തലവേദനയാവും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട്. നോർമലി എല്ലാവരും ചെയ്യുന്നത് മാസം അവസാനത്തെ ആഴ്ച, എക്സ്പയറിയുടെ ആഴ്ച ഉണ്ടല്ലോ, ആ ആഴ്ചയിൽ അടുത്ത മാസത്തെ എക്സ്പയറി നമ്മൾ ട്രേഡ് ചെയ്യും. അപ്പോൾ നമുക്കതിന് ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അത് ഇൻ ദ മണി ഔട്ട് ഓഫ് ദ മണി എന്തായാലും നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ ഒരു വലിയ പ്രശ്നം അവിടെ സോൾവ് ആയി കിട്ടി. ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? ഇനി അതിൻ്റെ സ്റ്റോക്ക് ഓപ്ഷനിൽ ഈ മാസം തന്നെ ട്രേഡ് ചെയ്യുന്നത് ഔട്ട് ഓഫ് ദ മണി ട്രേഡ് ചെയ്യാം. അത് റിസ്ക് എന്തെങ്കിലും കാരണവശാൽ നമ്മൾ ഇൻ ദ മണി ആയിപ്പോയാലോ എന്ന് പേടിച്ചിട്ട് നമ്മൾ അടുത്ത മാസത്തേത് ട്രേഡ് ചെയ്യാറുണ്ട്. ഓക്കെ. പിന്നെ സ്റ്റോക്ക് ഓപ്ഷൻസിൽ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നത് രണ്ടാമത്തെയും മൂന്നാമത്തെ ആഴ്ചയാണ് കേട്ടോ. ആദ്യത്തെ ആഴ്ച ഒരു മാസത്തെ, ഇപ്പോൾ ഈ നമ്മൾ കഴിഞ്ഞ എക്സ്പയറി കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് വീക്കിൽ നമുക്ക് സ്റ്റോക്ക് ഓപ്ഷൻസിൽ ലിക്വിഡിറ്റിയും അതുപോലെ ഹൈ പ്രീമിയം ഒക്കെ ആയിരിക്കും. നമുക്ക് ഇൻ ദ മണി അറ്റ് ദ മണി ഒന്നും എടുക്കാൻ പറ്റില്ല, ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും. അതേപോലെ അതിൻ്റെ മൂവ്മെൻറ്റ് ഭയങ്കര ചാട്ടമൊക്കെ ആയിരിക്കും. പക്ഷേ അത് സെക്കൻഡ് വീക്ക് ആകുമ്പോഴത്തേനും നല്ല രീതിയിൽ അറ്റ് ദ മണിയിൽ ലിക്വിഡിറ്റി വരും. മൂന്നാമത്തെ ആഴ്ചയാകുമ്പോൾ പ്രീമിയം കുറവായിരിക്കും, നല്ല ലിക്വിഡിറ്റി ആകുമ്പോൾ ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കാൻ പറ്റും. നാലാമത്തെ ആഴ്ചയാകുമ്പോൾ നമ്മളത് വിട്ടു അടുത്ത മാസത്തെയാണ് എടുക്കുന്നത്. അടുത്ത മാസത്തിൽ അത് വളരെ സ്ലോ മൂവിങ് ആയിരിക്കും. അതേപോലെ അതിൻ്റെ ആദ്യത്തെ രണ്ടാഴ്ചയും സ്ലോ മൂവിങ് ആയിരിക്കും. പിന്നെ രണ്ടാമത്തെയും മൂന്നാമത്തെ ആഴ്ച എക്സ്പയറിക്ക് തൊട്ട് മുമ്പുള്ള രണ്ടാഴ്ചകൾ അത് രണ്ടും നല്ല മൂവ്മെൻ്റ് ആയിരിക്കും. ആ രീതിയിലാണ് നമ്മളതിൽ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ എക്സ്പയറിയുടെ റിസ്ക് മനസ്സിലായി. അതേപോലെ ഏറ്റവും കൂടുതൽ കളിക്കാൻ പറ്റുന്ന സമയം ഇടയിലുള്ള രണ്ടാഴ്ചകളാണ്. ദെൻ നമുക്ക് എങ്ങനെയാണ് ഒരു ദിവസം ഹൈ മൂവ്മെൻ്റ് ഉള്ള ഒരു സ്റ്റോക്ക് നമ്മൾ കണ്ടുപിടിക്കുക എന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മണി കൺട്രോളിൽ പോവാം. മണി കൺട്രോളിൽ എന്താ പറയുക, മാർക്കറ്റ്സ് എന്നുള്ള ഒരു സെഗ്മെൻറ്റിൽ ഇന്ത്യൻ ഇൻഡൈസസ് എന്നുള്ള ഒരു ഭാഗം നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ അതിൽ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലുള്ള ഇന്ത്യയിലുള്ള ഇൻഡെക്സിൻ്റെ ഒക്കെ കിട്ടും. നിഫ്റ്റി 50 എടുക്കുക. നിഫ്റ്റി 50 ഉള്ള സ്റ്റോക്കുകൾ മുഴുവൻ ഇവിടെ കാണിക്കുന്നുണ്ടാവും. അതിൻ്റെ മുകൾ വശത്ത് LTP നെയിം, LTP, അതിനുശേഷം പെർസെൻറ്റേജ് ചേഞ്ച് എന്ന ഒരു സാധനം കാണാം. ഓക്കെ, ആ പെർസെൻറ്റേജ് ചേഞ്ചിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഏറ്റവും ലോസ് ഉണ്ടാക്കി വെച്ച സ്റ്റോക്കുകളാണ്. രാവിലെ 9:30 ശേഷമാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. കാമണിക്കൂറെങ്കിലും രാവിലെ കൊടുത്തിരിക്കണം. 10 മണിക്കൊക്കെയാണ് നല്ലത്. ഏത് സമയത്തായാലും ആ ഒരു കുറച്ച് ടൈം മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ഈ പെർസെൻറ്റേജ് ചേഞ്ച് ഏറ്റവും കൂടുതൽ ഏതിലാണ് വന്നിട്ടുള്ളത് നോക്കുക. ഇപ്പോൾ HCL ടെക് ഇവിടെ 2.72% മൂവ്മെൻറ്റ് ഇന്ന് വൈകുന്നേരത്ത് വരെ അത് കൊടുത്തിട്ടുണ്ട്. രാവിലെയാണ് നോക്കുന്നതെങ്കിൽ ഇവിടെ ചെറിയ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, സ്റ്റോക്കിൻ്റെ പെർസെൻറ്റേജ് ഞാൻ നോക്കാൻ പറയുന്നത് പല സ്റ്റോക്ക് പല വിലയിലുള്ളതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പം 200 രൂപ 300 രൂപയൊക്കെ മൂവ്മെൻറ്റ് കാണിക്കും. പക്ഷേ ആ സ്റ്റോക്ക് ഹൈ പ്രൈസി ആയിട്ടുള്ളതായിരിക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഓപ്ഷൻസിലുള്ള 200ഓളം സ്റ്റോക്കുകളുണ്ട്, F&O സ്റ്റോക്സ്. പക്ഷെ അതെല്ലാം നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. അതിലെന്താ പറഞ്ഞാൽ ഒരുപാട് സ്റ്റോക്കുകൾ ലിക്വിഡിറ്റി ഇഷ്യൂ ഉള്ളതാണ്. അപ്പോൾ ലിക്വിഡിറ്റി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും, ഒന്നും ചെയ്യാൻ പറ്റില്ല, കാശ് മുഴുവനായിട്ട് കളയേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നല്ലപോലെ ലിക്വിഡിറ്റി ഉള്ള സ്റ്റോക്കുകൾ നിങ്ങൾ പരിഗണിക്കണം. അതായത് ബയേഴ്സും സെല്ലേഴ്സും കൂടി അറ്റ്ലീസ്റ്റ് 1 ലക്ഷം എങ്കിലും ഇതിൽ ആ ഒരു സ്ട്രൈക്കിൽ, നിങ്ങൾ എടുക്കുന്ന സ്ട്രൈക്കിൽ 1 ലക്ഷം ബയേഴ്സും സെല്ലേഴ്സും മിനിമം ഉണ്ടായിരിക്കണം എന്നത് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ ഇവിടെ പറഞ്ഞ് LTP നോക്കുക. LTP ഒരു എബോവ് 3000 ഉള്ള സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, 3000 റുപ്പീസിൻ്റെ മുകളിലുള്ള സ്റ്റോക്കുകൾ, എല്ലാ സ്റ്റോക്കുകളും 3000 എബോവുള്ള എല്ലാം നല്ലതായിരിക്കും എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരു പ്രൈസി ആയിട്ടുള്ള, ഒരല്പം പ്രൈസി ആയിട്ടുള്ള സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അതേപോലെ പെർസെൻറ്റേജ്, ചേഞ്ച് ഓഫ് പെർസെൻറ്റേജ്, പ്രൈസിൽ വന്നിരിക്കുന്ന വ്യത്യാസം, രാവിലത്തെ ആ മൂവ്മെൻറ്റ് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാനാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഇവിടെ പെർസെൻറ്റേജ് ചേഞ്ച് നോക്കുക. എന്നിട്ട് ആ പെർസെൻറ്റേജ് ചേഞ്ച് വെച്ചിട്ട് ആ സ്റ്റോക്ക് കണ്ടിരിക്കുക. ഇപ്പോൾ ഇവിടെ HCL ടെക് 1364 രൂപയാണ് അതിൻ്റെ പ്രൈസ്. 2.72% മൂവ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതേസമയത്ത് LTI Mindtree 2.54%, 5700 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നേരെ നമ്മുടെ ടെർമിനലിലേക്ക് പോവുക. എന്നിട്ട് അവിടെ വെച്ചിട്ട് നിങ്ങൾ ഈ സ്റ്റോക്കിൻ്റെ ഓപ്ഷൻ കണ്ടുപിടിക്കുക.
ഇനി അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഉള്ളത് എന്താണ്, എൻ്റെ ഒരു ടെർമിനലിലാണ് ഞാനുള്ളത്. അപ്പോൾ അവിടെ വന്നു, ഞാനിപ്പോൾ ഇവിടെ കൊഫോജ് എന്നുള്ള ഒരു സ്റ്റോക്ക് അതിൻ്റെ ചാർട്ട് ഞാൻ പോപ്പ് ചെയ്തെടുത്തു ഇവിടെ. അതിന് മുൻപേ ഇവിടെ ഈ കൊഫോജ് എന്നുള്ള ഇതിനകത്ത് പോയിട്ട് ആ സ്റ്റോക്കിൻ്റെ ഒരു ഡെപ്ത് ഒന്ന് നോക്കണം. ഇതിപ്പം മാർക്കറ്റ് ക്ലോസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നും തന്നെ കാണുന്നില്ല. ഇതിൽ അത്യാവശ്യം സ്റ്റോക്കിൽ അത്യാവശ്യം ട്രേഡേഴ്സ് ആക്റ്റീവ് ആണോ എന്ന കാര്യത്തിൽ ആദ്യം ബോധ്യം വരുത്തണം. ഓക്കെ, ഈ സ്റ്റോക്ക് അത്യാവശ്യം ആൾക്കാരൊക്കെ വാങ്ങുന്നുണ്ടോ വിൽക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ആദ്യം, അപ്പോൾ അതിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. മീൻസ് നമുക്കത് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ചാർട്ട് ഞാനിവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കിട്ടി. ചാർട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇത് F1O സ്റ്റോക്കാണ് എന്നത് എനിക്ക് ബോധ്യമുണ്ട്. അപ്പോൾ ഞാനിപ്പം ട്രേഡ് ചെയ്യേണ്ടത്, എനിക്ക് ഡിസംബർ എക്സ്പയറി ആണ് ട്രേഡ് ചെയ്യേണ്ടത്. അപ്പം ഈ പേരിന് ശേഷം ഇത് സരോദയിലാണ് ഞാൻ കാണിച്ചു തരുന്നത്. എല്ലായിടത്തും ഇതേ രീതിയിലാണോ എന്നറിയില്ല. നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റിൽ നേരെ പോയിട്ട് ഇവിടെ എന്താ പറയുക, ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇവിടെ പോയിട്ട് കൊഫോജ് എന്നടിക്കുക, അല്ലെങ്കിൽ ഏതോ സ്റ്റോക്ക് അടിക്കുക, എന്നിട്ട് സ്പേസ് ഇട്ട് ഡിസംബർ എന്നുള്ള എക്സ്പയറി ആദ്യം കാണിക്കുന്ന ഫ്യൂച്ചറാണ്. എന്നിട്ട് അതിൻ്റെ സ്ട്രൈക്ക് പ്രൈസ് അടിക്കുക. ഒരു 6000 എന്ന് വെറുതെ ഞാൻ അടിക്കുകയാണ്. 6000 CE എന്നത് ഞാൻ അടിച്ചു. എന്നിട്ട് ഇവിടെ ഈ ഗ്രീൻ പ്ലസ് മാർക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കോള് കിട്ടി. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ പുട്ടും വേണമെങ്കിൽ രണ്ടും ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ എനിക്ക് ഇനി താഴെ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലേ, കൊഫോജിൻ്റെ 6000 പുട്ടും കോളും, അതാ ശരിക്കും കൊഫോർജ് ഉള്ളത് 5700 രൂപയിലാണ്. അപ്പോൾ ഞാൻ ഇവിടെ എന്താണ് നോക്കേണ്ടത്, ഇതെടുക്കുക, നേരെ ഇതിൻ്റെ ചാർട്ട് പോപ്പപ്പ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നേരെ ചാർട്ടിൽ പോയിട്ട് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് കൊഫോർജ് DEC എന്നടിക്കുക. എന്നിട്ട് 6000 CE ഓർ PE രണ്ടിലേതെങ്കിലും ഒന്ന് ഇവിടെ നിന്ന് ചൂസ് ചെയ്യണം. ടൈപ്പ് ചെയ്ത് അപ്പുറം ഇവിടെ നിന്ന് ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ സരോദയിൽ വർക്ക് ചെയ്യില്ല. അപ്പോൾ ഇവിടെ നിന്ന് CE ആണെങ്കിൽ CE, അല്ലെങ്കിൽ PE ഏതാ. ഇനിയിപ്പോൾ അത് PEയിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ ലാസ്റ്റ് വന്നിട്ട് ഈ CE എന്നത് മാറ്റിയിട്ട് അവിടെ PE എന്ന് അടിച്ചു കൊടുത്താൽ മതി. കണ്ടോ, അത് PE കിട്ടി. അപ്പോൾ ഇവിടെ ഒരു വിഷയമുണ്ട്. ഇതുണ്ടല്ലോ, ഈ ക്യാൻഡിൽസ് പോയ വഴി കണ്ടോ നിങ്ങൾ ഒരു മിനിറ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിന് പറയുന്നത്, ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന്, ഇതിനകത്ത് ലിക്വിഡിറ്റി ഇല്ലാത്ത ട്രേഡേഴ്സ് ഇല്ല. ആരെങ്കിലും വന്നിട്ട് വരണം വാങ്ങിക്കുമ്പോൾ ഒറ്റയടിക്ക് ചാടും. ഇതിൻ്റെ പ്രൈസ് മൂവ്മെൻ്റ് ഉണ്ടോ, വലിയ ക്യാൻഡിൽസാണ്. ഹൈ വന്നിരിക്കുന്നത് 319 രൂപ, ലോ 301 രൂപ. അങ്ങനെ വരുന്ന സ്റ്റോക്കുകളിൽ, അങ്ങനെ വരുന്ന സ്ട്രൈക്കുകളിൽ നിങ്ങൾ ട്രേഡ് ചെയ്യരുത്. ഇവിടെ നമുക്ക് 5700 നോക്കാം. 5700 PE ആണെങ്കിൽ കണ്ടില്ലേ, ഇത് ഒരു അത്യാവശ്യം സ്മൂത്ത് മൂവ്മെൻ്റ് ആണ്. എന്നാൽ ഇതും ഒരു പ്രോപ്പർ അല്ല. ഇങ്ങനെയുള്ളതിൽ പരമാവധി നിങ്ങൾ ട്രേഡിങ് ഒഴിവാക്കുക. എന്നിട്ട് നല്ല സ്മൂത്ത് പ്രൈസ് മൂവ്മെൻറ്റ് കൃത്യമായ രീതിയിൽ കിട്ടുന്ന ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ അതിൻ്റെ CE സൈഡാണിത്. CEയിൽ വലിയ കുഴപ്പമില്ല, കണ്ടില്ലേ, 6000 CEയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ക്യാൻഡിൽസ് മൂവ്മെൻ്റ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടല്ലോ. ഇപ്പോൾ സ്റ്റോക്കിൽ നോക്കിയിട്ടാണ് നമ്മൾ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ കൊഫോജ് എന്നുള്ള ഈ ഒരു ഇൻഡെക്സ് ആണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ആദ്യമായിട്ട് പോയിട്ട് അതിൻ്റെ സ്റ്റോക്കിൻ്റെ പ്രൈസ് നോക്കുക. എന്നിട്ട് അതിനകത്ത് പ്രൈസ് മൂവ്മെൻറ്റ് എങ്ങോട്ടാണ് എന്നുള്ളത് നിങ്ങൾക്ക് ആദ്യം ഒരു തീരുമാനം എത്തുക. പ്രൈസ് മൂവ്മെൻറ്റ് ബുള്ളിഷ് ഓർ ബേറിഷ് നോക്കാൻ വേണ്ടിയിട്ട് മിനിമം 15 മിനിറ്റ്, ദെൻ അല്ലെങ്കിൽ ഇവിടെ 5 മിനിറ്റ് എടുക്കുക. 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഒന്നിടുക. എന്നിട്ട് ഇവിടെ 15 മിനിറ്റോ 1 അവർ ഇടുക, അല്ലെങ്കിൽ 30 മിനിറ്റ്സ് ഇവിടെ ഇടുക. എന്നിട്ട് ഇവിടെ 1 അവർ ഇടുക. 1 അവർ രാവിലെ തന്നെ നിങ്ങൾക്ക് കിട്ടില്ല, പക്ഷെ കുറച്ച് ടൈം, ഒരു ട്രെൻഡ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് കണ്ടില്ലേ, ഇത് 1 അവറിലാണെങ്കിൽ ഇത് ക്ലിയർലി ഒരു സൈഡ് വൈസ് ആണ് പോകുന്നത്, കൃത്യമായിട്ട് അപ്പ് ഓർ ഡൗൺ ഇല്ല. അപ്പോൾ നമ്മൾ അതിനെ ഒഴിവാക്കി നിർത്തിയിട്ട് വേറെ എണ്ണത്തിനെ നോക്കുക, ഒരു അപ്പ് മൂവ്മെൻറ്റ് കൃത്യമായിട്ട്. ഇനിയിപ്പോൾ അത് 15 മിനിറ്റിലെത്തുമ്പോൾ ചെറിയ അപ്പ് മൂവ്മെൻ്റ് ഒക്കെ ഉള്ളൂ. ഈ കാണുന്ന വലിയ ക്യാൻഡിൽ മൂവ്മെൻറ്റ് നമ്മൾ വരുന്നത് ഭയങ്കര മൂവ്മെൻ്റ് ആയിരുന്നു എന്നുള്ളത്. സംഭവം ഭയങ്കര മൂവ്മെൻ്റ് ആണ്, പക്ഷേ വളരെ ചെറിയ ടൈമിലായിരിക്കും. ഇവിടെ കണ്ടില്ലേ, വളരെ ചെറിയ ടൈം ഫ്രെയിമിലാണ് അത് മൂവ് ചെയ്തിട്ടുള്ളത്. സോ അങ്ങനെയുള്ളത് ഈ 1 അവറിൽ ഗ്രീൻ ക്യാൻഡിൽ ഒന്നിന് പുറകെ രണ്ടാമത്തെ ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ ഫോർമേഷൻ വരുന്നുണ്ടെങ്കിൽ, അതായത് ഫസ്റ്റ് ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ വന്നു, രണ്ടാമത്തെ 1 അവറിൽ ഇവിടെ കാണിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു അപ്പ് മൂവ്മെൻ്റ് ആണ്. അവിടെ വെച്ച് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതിപ്പോൾ ക്ലിയർലി നമ്മളോട് പറയുന്നത് സൈഡ് വൈസ് ആണ് അല്ലേ. ഇവിടെ നോക്കൂ, 15 മിനിറ്റിലാണെങ്കിൽ അത് സൈഡ് വൈസ് ആണ് പറയുന്നത്. ഒരു 5 മിനിറ്റിലാകുമ്പോൾ അതിനകത്ത് ചെറിയൊരു, പക്ഷേ ഈ കറക്റ്റ് ഈ ബ്രേക്ക് ഔട്ടിൽ നിങ്ങൾക്ക് എൻട്രി ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ, ഇനിയിപ്പോൾ നിങ്ങൾ പോയിട്ട് ഇവിടെ എങ്ങാനുമാണ് എൻട്രി ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കത് ലോസിലേക്ക് പോകും, കോൾ സൈഡിലേക്കാണ്. അങ്ങനെ പുട്ടിലേക്ക് എടുത്താലും അത് തന്നെ ആയിരിക്കും അവസ്ഥ. അപ്പോൾ മാർക്കറ്റ് ഡയറക്ഷൻ കൃത്യമായിരിക്കണം. മാർക്കറ്റ് ഡയറക്ഷനിൽ ഒരു എക്സ്ക്യൂസും വരുത്തരുത്. അതേപോലെ ഇതിൻ്റെ ഓപ്ഷൻ ചെയിൻ എടുത്തിട്ട് നിങ്ങൾ നോക്കുക. ഇപ്പോൾ സെൻസിബിളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഓപ്ഷൻ ചെയിൻ കിട്ടും.
അപ്പോൾ കൊഫോജൻ്റെ ഒരു ചാർട്ടാണ് ഇപ്പോൾ സെൻസിബിളിൽ നിങ്ങൾ കാണുന്നത്. 10 ക്യാൻഡിൽസ് 10 സ്ട്രൈക്കുകൾ നോക്കുമ്പോൾ 6000 ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ആണുള്ളത്. ഇപ്പോൾ മാർക്കറ്റ് താഴെയാണ് നിൽക്കുന്നത്. അപ്പോൾ മുകളിലോട്ട് കടന്നു പോവില്ല എന്ന ഒരു ഇത് നമുക്ക് വരും. അതേപോലെ ആ സമയത്ത് ഒന്ന് ഓപ്പൺ ഇൻട്രസ്റ്റ് ചേഞ്ച് നോക്കുകയാണ്ടില്ല, അവിടെ നല്ല രീതിയിൽ കോൾ റൈറ്റിംഗ് നടന്നിട്ടുണ്ട്. സോ ഇവിടത്തേക്ക് മാർക്കറ്റ് കോൾ സൈഡിലേക്കാണെങ്കിൽ ഇതിൻ്റെ മുകളിലോട്ട് കയറി പോവില്ല എന്നത് ഉറപ്പിക്കുക. അവിടെ നിന്ന് താഴോട്ട് വരാനാണ് സാധ്യത. പക്ഷേ താഴോട്ട് വരണമെങ്കിൽ നമുക്ക് താഴോട്ടുള്ള ഒരു സിഗ്നൽസ് കിട്ടണം. മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ തീരുമാനിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെല്ലാം വ്യക്തമായി മനസ്സിലാക്കുക. അല്ലെങ്കിൽ നല്ല രീതിയിൽ കണ്ടിന്യൂസ്ലി രാവിലെ ഓപ്പണായ ഒപ്പം തന്നെ മാർക്കറ്റ് മുകളിലോട്ട് കണ്ടിന്യൂസ്ലി കയറി പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫോളോ ചെയ്യാം. അല്ലെങ്കിൽ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ നിങ്ങൾ കണ്ടുപിടിക്കണം. ഡയറക്ഷൻ കിട്ടിയതിന് ശേഷം ഇതേപോലെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുക. എന്നിട്ട് എവിടെ വരെ മാർക്കറ്റ് പോകാൻ സാധ്യതയുണ്ട് നോക്കുക. ഇപ്പോൾ ഇന്ന് 6000 ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കൊഫോജ് ഇന്ന് എവിടെ വരെ പോയിട്ടുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ 5917 വരെ പോയിട്ടുണ്ട്. പിന്നെ അവിടുന്ന് മാർക്കറ്റ് താഴോട്ട് ഇറങ്ങുകയാണ് ചെയ്തത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും 5918 21 ഇവിടെ വന്നിട്ടുണ്ട്. അതിന് മുകളിലോട്ട് മാർക്കറ്റ് പോയിട്ടില്ല. പിന്നെ സൈഡ് വൈസ് ആണ് പോയത്. അത് അവിടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ടായത് കൊണ്ട് മാത്രമല്ല, ബയേഴ്സ് അവിടെ നിന്ന് അങ്ങോട്ട് തള്ളിക്കൊടുത്തില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അപ്പോൾ മാർക്കറ്റ് എങ്ങനെ തീരുമാനിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഇഷ്ടമാണ്. പിന്നെ ഞാൻ പറഞ്ഞ ഒരു സംഭവം, ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കണം. കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും മൂവിങ് ഉള്ള ഒരു സ്റ്റോക്കിൽ അതിൻ്റെ അറ്റ് ദ മണി സ്ട്രൈക്ക് തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക. കുറച്ച് പ്രൈസി ആയിട്ടുള്ള സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ എന്താ പറയുക, ട്രേഡേഴ്സ് സ്റ്റോക്കിലും നിങ്ങൾ വാങ്ങുന്ന സ്ട്രൈക്കിലും ആവശ്യത്തിന് ട്രേഡേഴ്സ് ആക്റ്റീവ് ആണ് എന്നുള്ളത്. മിനിമം ബയേഴ്സും സെല്ലേഴ്സും കൂടിയിട്ട് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് 1,00,000 ഉണ്ടാവണം. അതിൻ്റെ കൗണ്ട് ബയേഴ്സും സെല്ലേഴ്സും നോക്കുമ്പോൾ നിങ്ങൾക്ക് 1,00,000 ഉണ്ടായിരിക്കണം. ദെൻ എന്താ പറയുക, സ്റ്റോക്കുകൾ കുറച്ചെണ്ണം ഇതേപോലെ കളക്ട് ചെയ്തിടുക. എന്നിട്ട് അതിൽ നല്ല മൂവ്മെൻറ്റ് ഉള്ളത് തരോദയിലാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഈ പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് ഇത് സോർട്ട് ചെയ്ത് കിട്ടും. രാവിലെ തന്നെ ഇതൊന്ന് സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് മൂവ്മെൻറ്റ് ഉള്ളത് ഏതാണെന്നുള്ളത് അറിയാൻ പറ്റും. അത് വെച്ച് അതിനകത്തേക്ക് അറ്റ് ദ മണി സ്ട്രൈക്കിൽ ട്രേഡ് എടുക്കുക. മന്ത്ലി ഫിസിക്കൽ സെറ്റിൽമെൻറ്റിൽ പെട്ടുപോകാതിരിക്കുക. സ്റ്റോക്ക് നിങ്ങൾക്ക് അങ്ങനെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങൾ അത്തരം ഇതിനകത്ത് പെട്ടുപോകാതിരിക്കുക, ശ്രദ്ധിക്കുക. അടുത്ത മാസത്തെ എക്സ്പയറി എടുക്കുക. അടുത്ത മാസത്തെ എക്സ്പയറി എടുക്കുമ്പോഴും ഞാൻ ഈ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം മീറ്റ് ചെയ്യണം. ആ സ്ട്രൈക്കിൽ ആവശ്യത്തിന് ബയേഴ്സും സെല്ലേഴ്സും ആക്റ്റീവായിട്ട് ഉണ്ടാവണം. അല്ലെങ്കിൽ അതിലേക്ക് നിങ്ങൾ പോയി തലവയ്ക്കരുത്. കാരണം 5 രൂപ നിങ്ങൾ പ്രൈസ് കണ്ടാലും അത് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് 10 രൂപ കൊടുക്കേണ്ടി വരും. പ്രൈസ് ജമ്പ് അങ്ങനെ വരും. അതേപോലെ സെല്ല് ചെയ്യുമ്പോൾ നിങ്ങൾ 100 രൂപ കണ്ടിട്ട് സെല്ല് ചെയ്യുമ്പോൾ 95 രൂപയിലായിരിക്കും അത് സെല്ലാവുക. അത്രയും ഗ്യാപ്പ് അവിടെ വരാനും സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വളരെ ക്വിക്കായിട്ട് ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഏറ്റവും മൂവ്മെൻ്റ് ഉള്ള സ്റ്റോക്ക് തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കണം. ഏറ്റവും നല്ല മൂവ്മെൻ്റ് ഉണ്ടായിരിക്കണം. അതേപോലെ അത്യാവശ്യം പ്രൈസി ആയ സ്റ്റോക്ക് ആയിരിക്കണം. എക്സ്പയറിക്ക് മിനിമം ഒരാഴ്ചയിൽ കൂടുതൽ ഉണ്ടായിരിക്കണം. ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് കെയർഫുള്ളായിട്ട് ട്രേഡ് ചെയ്യുക. സ്റ്റോക്ക് ഓപ്ഷൻസിൽ എന്താ പറയുക, മന്ത്ലി എക്സ്പയറി ആയതുകൊണ്ട് പല വീക്കിലി ഒന്നും കിട്ടില്ല. ഒറ്റ എക്സ്പയറി, ഒരു സ്ട്രൈക്ക് ഒരു എക്സ്പയറി തന്നെ കിട്ടുള്ളൂ ആ മാസത്തേക്കുള്ളത്. പക്ഷേ ഇൻഡെക്സ് ഓപ്ഷനിൽ വീക്ക്ലി എക്സ്പയറി ഉള്ളതിൽ ഇപ്പം 21,500 എന്നുള്ള ഒരു സ്ട്രൈക്ക് വേണമെങ്കിൽ അത് ഈ ആഴ്ചയുള്ളത്, അടുത്ത ആഴ്ചയുള്ളത്, മൂന്നാമത്തെ ആഴ്ച മന്ത്ലി എക്സ്പയറി 4 വെറൈറ്റി ഐറ്റംസ് നമുക്ക് ചിലപ്പോൾ കിട്ടും. ഇവിടെ സ്റ്റോക്ക് ഓപ്ഷൻസിൽ അതിനൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, വണ്ടി കയറാൻ എളുപ്പമാണ്, എങ്ങനെയും നമുക്ക് ബൈ ചെയ്യാം. പക്ഷേ എക്സിറ്റ് ആവാൻ അല്ലെങ്കിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയില്ലെങ്കിൽ വലിയ പണിയായി പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളൊക്കെ നിങ്ങൾ ഇതിൻ്റെ താഴെ രേഖപ്പെടുത്തുക. അതിനുള്ള മറുപടിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു വെരി മച്ച്.